ജേണൽ എന്ന ഭാഗമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ജേണലൈസ് ചെയ്യാം, അതിൻ്റെ ഡെബിറ്റ്, ക്രെഡിറ്റ്, നരേഷൻ, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബിസിനസ് ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകും, ആ ക്യാഷ് വിഡ്രോ ചെയ്യുന്നുണ്ടാകും, വീണ്ടും ഡെപ്പോസിറ്റ്, അതുപോലെ വ്യക്തിപരമായ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ ബാങ്കുമായി പല ബിസിനസ് ട്രാൻസാക്ഷൻസും ഉണ്ടായിരിക്കും. ആ ട്രാൻസാക്ഷൻ്റെ ജേണൽ, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്താണ് എന്ന് പരിശോധിക്കാം. ജേണൽ എൻട്രീസ് ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ആസ്പെക്റ്റ് ബാങ്കായിരിക്കും, ഒരു ഭാഗം ബാങ്കായിരിക്കും. ആ ബാങ്ക് ഡെബിറ്റ് ചെയ്യുന്ന സന്ദർഭം ബാങ്കിൽ ഡെപ്പോസിറ്റ് വർദ്ധിക്കുമ്പോൾ, ക്രെഡിറ്റ് ചെയ്യുന്നത് ബാങ്കിലെ ഡെപ്പോസിറ്റ് കുറയുമ്പോൾ. ബാങ്കിലെ ഡെപ്പോസിറ്റ് വർദ്ധിക്കുമ്പോൾ ബാങ്ക് ഇൻക്രീസ് ഡെബിറ്റ്, ബാങ്ക് ഡിക്രീസ് ക്രെഡിറ്റ്. ഇനി ട്രാൻസാക്ഷൻ അതിൻ്റെ ചില മോഡലുകൾ നോക്കാം. ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. ബിസിനസ് കുറച്ച് പൈസ നിക്ഷേപിച്ച് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ഒരു നിശ്ചിത സംഖ്യ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ അവിടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു സംഖ്യ വരുന്നു, ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. ക്രെഡിറ്റ് ചെയ്യുന്നത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ഉപയോഗിച്ചിട്ടാണല്ലോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ കുറയും. ക്യാഷ് ഒരു അസറ്റാണ്. ആ അസറ്റ് ബിസിനസ്സിൽ കുറയുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടുത്തെ ജേണൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് അക്കൗണ്ട്. ബിസിനസ് തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിൽ വീണ്ടും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും. ബാങ്കിൽ ആ എത്ര തുകയുണ്ടോ, ഡെപ്പോസിറ്റ് തുക എത്രയുണ്ടോ അത് വർദ്ധിക്കും. 1000 ഉണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് കൂടുതൽ എമൗണ്ട് നിക്ഷേപിച്ചാൽ ആ എമൗണ്ട് അതിൽ കൂടുതലായി വരും. അപ്പോൾ ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ബാങ്ക് ഡെബിറ്റ് ചെയ്യും. ബിസിനസ്സിലെ ക്യാഷ് ആണല്ലോ ഉപയോഗിച്ചത്, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, രണ്ട് ജേണലും ഒന്ന് തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഒരേ ജേണലാണ്. അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ബാങ്ക് അക്കൗണ്ടിൽ പൈസ വർദ്ധിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കുറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് വർദ്ധിച്ചു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ബിസിനസ്സിലെ ക്യാഷ് കുറഞ്ഞു, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. അടുത്തത് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ലഭിക്കും. ആ ഇൻട്രസ്റ്റ് ബിസിനസ്സിലേക്ക് ബാങ്ക് തരുമ്പോൾ ബിസിനസ്സിന് അതൊരു ഇൻകമാണ്, ഒരു വരുമാനമാണ്. ഇൻകം വരുമ്പോൾ, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഇൻകം ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ബാങ്ക് ആ ഇൻട്രസ്റ്റ് ക്യാഷായി ബിസിനസ്സുകാരന് നൽകില്ല, അത് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ്. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ അക്കൗണ്ടിൽ പൈസ കൂടും. 10,000 ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് 500 രൂപ കിട്ടിയാൽ 10,500 രൂപയാവും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വർദ്ധിക്കും. ബാങ്ക് അക്കൗണ്ട് വർദ്ധിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ബാങ്ക് ഡെറ്റർ ടു, ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാഷ് അല്ല, ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പോൾ ഇൻട്രസ്റ്റ് ബാങ്ക് നമുക്ക് തരുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം.
വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന്, ബിസിനസ് യൂസ് അല്ലെങ്കിൽ ഓഫീസ് യൂസ്, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് അത്രയും ക്യാഷ് കിട്ടും. ബിസിനസ്സിലേക്ക് അത്രയും ക്യാഷ് കിട്ടുമ്പോൾ ബിസിനസ്സിലെ ക്യാഷ് വർദ്ധിക്കും. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ബാങ്കിൽ ക്യാഷ് കുറയും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് കുറയും. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് പൈസ ഓഫീസിലേക്ക് പിൻവലിക്കുമ്പോൾ ബിസിനസ്സിൽ ക്യാഷ് കൂടുന്നതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് ബാലൻസ് കുറയും, ബാങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് കുറയും. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ 4 ട്രാൻസാക്ഷനുകളുടെ ജേർണൽ എൻട്രീസ്. ഇനി മറ്റ് ചില ട്രാൻസാക്ഷൻസ് പരിശോധിക്കാം. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ആ ട്രാൻസാക്ഷനിൽ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രൂ പിൻവലിച്ചു, ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. നേരത്തെ പറഞ്ഞത് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് എന്നായിരുന്നു. ഈ സ്ഥാനത്ത് ഓഫീസ് യൂസ് ആയിരുന്നു. ഓഫീസിലേക്ക് ക്യാഷ് പിൻവലിക്കുമ്പോൾ ബിസിനസ്സിൽ ക്യാഷ് കൂടുന്നു, ബാങ്കിൽ ക്യാഷ് കുറയുന്നു. ഇവിടെയും ബാങ്കിൽ ക്യാഷ് കുറയും, പക്ഷേ ബിസിനസ്സിൽ ക്യാഷ് കൂടില്ല. ആ ക്യാഷ് ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചതാണ്. ബിസിനസ്സിൽ ആ എമൗണ്ട് വരില്ല. അങ്ങനെ ഓണർ ബിസിനസ്സിൽ നിന്ന് അയാളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് കാശ് പിൻവലിച്ചാൽ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യത്തിന് ക്യാഷ് പിൻവലിച്ചാൽ അതിന് പറയുന്ന പേര് ഡ്രോയിങ്സ് എന്നാണ്. ഡ്രോയിങ്സ് ക്യാപിറ്റലിനെ കുറക്കുന്നതായതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റലിനെ കുറക്കുന്നതാണ് ഡ്രോയിങ്സ്. അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുന്നത് ബാങ്കാണ്. ബാങ്കിലെ ഡെപ്പോസിറ്റ് ആണല്ലോ കുറഞ്ഞത്. ക്രെഡിറ്റ് ചെയ്യുന്നത് ബാങ്ക്. അപ്പോൾ ജേർണൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമുക്ക് ഈ ജേർണൽ എൻട്രികൾ കാണാതെ പഠിക്കല്ല വേണ്ടത്. കാര്യം മനസ്സിലാക്കി ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്ന് അതിൽ നിന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് ആ ജേർണൽ എഴുതാൻ നമുക്ക് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാക്കിയെടുക്കണം. ഇനി ചെക്ക് ഇഷ്യൂഡ്. ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിക്കാൻ ചെക്ക് നൽകും. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു കസ്റ്റമേഴ്സ്, സാധാരണക്കാരായ ആളുകൾ ബിസിനസ്സിൽ ഒരു അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ചെക്ക് നൽകുന്നതിന് പകരം ഇപ്പോൾ ATM കാർഡാണ് നൽകുക. ATM കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് പിൻവലിക്കാം. പക്ഷേ ബിസിനസ്സിന് ATM കാർഡല്ല നൽകുന്നത്. അല്ലെങ്കിൽ ATM കാർഡ് ഒരു പുതിയ സംവിധാനമാണല്ലോ. ഒരു ചെക്ക് നൽകും. ആ ചെക്കിൽ എത്ര രൂപയാണ് പിൻവലിക്കേണ്ടത് അതെഴുതി ബാങ്കിൽ കൊടുത്താൽ ബാങ്കിൽ നിന്ന് ക്യാഷ് ലഭിക്കും. ഈ ചെക്ക് ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കാനും ചെക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ബാങ്കിന് ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ട്, ഒരു ക്രെഡിറ്റർക്ക് കാശ് കൊടുക്കാനുണ്ട്. കടത്തിന് സാധനം വാങ്ങുമ്പോൾ കാശ് കൊടുക്കാനുള്ള ആളുകളെ ക്രെഡിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ക്രെഡിറ്റർക്ക് കാശ് കൊടുക്കണമെങ്കിൽ ക്യാഷായി വേണമെങ്കിൽ കൊടുക്കാം, ചെക്കും നൽകാം. ഈ ക്രെഡിറ്റർക്ക് ഈ ചെക്ക് ബാങ്കിൽ ചെന്ന് കാശ് വാങ്ങാം. അതാണ് ചെക്ക്. ഈ ചെക്ക് ബിസിനസ് ഒരു ക്രെഡിറ്റർക്ക് നൽകിയാൽ എന്താ സംഭവിക്കുക? ഈ ക്രെഡിറ്റർ ബാങ്കിൽ കൊടുക്കും. ബാങ്കിൽ കൊടുക്കുമ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ അത്രയും കാശ് കുറയും. ബാങ്ക് അക്കൗണ്ടിൽ അത്രയും ക്യാഷ് കുറയുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഡെബിറ്റ് ചെയ്യുന്നത് ഈ ചെക്ക് കിട്ടിയ ആളുണ്ടല്ലോ, ആ ആളെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അതായത് അത് ക്രെഡിറ്റർ ആയിരിക്കും മിക്കവാറും. ക്രെഡിറ്റർ കാശ് കൊടുക്കാനുള്ള ആളുകളെ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും. അയാൾക്ക് കൊടുക്കാനുള്ള ആ ലാബിലിറ്റി അത്രയും കുറയും. കൊടുക്കാനുണ്ടായതുകൊണ്ടാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ ലാബിലിറ്റി അത്രയും കുറയും. ലാബിലിറ്റി കുറയുമ്പോൾ ക്രെഡിറ്റർ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ടിൽ പൈസ കുറയുമ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇനി ചെക്ക് ഇതേപോലെ ഇങ്ങോട്ട് കിട്ടും. നമ്മൾ സാധനം കടത്തിന് വിറ്റിട്ടുണ്ടായിരുന്നു.
വിറ്റ ആളെ നമ്മൾ ഡെറ്റർ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ പിന്നെ വാങ്ങിയ ആളെ ഡെറ്റർ അല്ലെങ്കിൽ കസ്റ്റമർ എന്നാണ് വിളിക്കുക. കസ്റ്റമറെ ഡെറ്ററായി പരിഗണിക്കാം. അതായത് ആ ഡെറ്റർ നമ്മൾക്ക് ഇങ്ങോട്ട് കാശ് തരാനുണ്ടായിരുന്നു. കാശ് തരുന്നതിന് പകരം ചെക്ക് തന്നു. കാശ് തരുന്നതിന് പകരം ചെക്ക് തന്നാൽ, ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്കിൽ കൊടുക്കും. ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്കിൻ്റെ സംഖ്യ എത്രയാണോ അത്രയും സംഖ്യ ആ ചെക്ക് തന്നാളെ അക്കൗണ്ടിൽ നിന്നെടുത്ത് ബിസിനസ് നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. അതാണ് സാധാരണ ഉള്ളത്, നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുന്നത് നമുക്ക് ആരാണോ ഈ ചെക്ക് തന്നത് അദ്ദേഹത്തെ ക്രെഡിറ്റ് ചെയ്യും. സാധാരണഗതിയിൽ കാശ് തരാനുള്ള ആളുകളാണല്ലോ കാശ് തരിക. അതുകൊണ്ട് അവര് ഡെറ്റർ എന്നാണ് വിളിക്കുക. ഡെറ്ററെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഈ ഡെറ്റേഴ്സ് അസറ്റാണ്, ഡെറ്റേഴ്സ് അസറ്റാണ്, അസറ്റ് കുറയും, അതുകൊണ്ട് ഡെറ്ററെ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് സാധാരണഗതിയിലുള്ള ഒരു എൻട്രി. ഇനി ഇവിടെ നമുക്കൊരു എക്സംഷൻ പറയാം, അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ഇവിടെ പറയാം. അതായത് ഈ ചെക്ക് കിട്ടിക്കഴിഞ്ഞ ചെക്ക് ബിസിനസ്സിൽ തന്നെ വെക്കുന്നു. കിട്ടിയ ചെക്ക് മറ്റൊരു കസ്റ്റമർ ബിസിനസ്സിലേക്ക് തന്ന ചെക്ക് ബിസിനസ്സിൽ തന്നെ വെക്കുന്നു. അങ്ങനെ ബിസിനസ്സിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എൻട്രി വരുന്നത് ബാങ്കിൽ പൈസ കൂടുന്നില്ലോ. ആ ചെക്കിനെ നമ്മൾ ക്യാഷ് ആയി പരിഗണിക്കും. അതായത് ഈ ക്യാഷ് എഴുതിയത് ചെക്കാണ് കേട്ടോ. ഈ കിട്ടിയ ചെക്കിനെ നമ്മൾ ക്യാഷ് എന്ന് പരിഗണിച്ച് ക്യാഷ് ബിസിനസ്സിൽ കൂടി എന്നർത്ഥത്തിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എന്നർത്ഥത്തിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുന്നതോ, ക്രെഡിറ്റ് ചെയ്യുന്നത് നേരത്തെ പോലെ തന്നെ ഡെറ്റർ ആയിരിക്കും. ഡെറ്ററെ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഈ ചെക്ക് കാലാകാലം ബിസിനസ്സിലിരിക്കില്ല. ഈ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ബാങ്കിൽ കൊടുക്കും. ബാങ്കിൽ കൊടുത്താലല്ലേ ബാങ്ക് ആ ചെക്കിന്റെ മുകളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് വരും. അങ്ങനെ ബാങ്കിൽ കൊടുക്കുമ്പോൾ ബാങ്കിലെ ക്യാഷ് കൂടും, ബാങ്ക് അക്കൗണ്ട് വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഈ ചെക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, പക്ഷെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത പോലെ പരിഗണിക്കും. ഇങ്ങനെയും സന്ദർഭമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ അത് നോക്കി മനസ്സിലാക്കി ചെയ്യാം. ഇനി മറ്റൊന്ന്, ഈ ഡെറ്റർ ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ചെക്ക് നമുക്ക് തന്നു, അതിന് പകരം, അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് തന്നു, അതിന് പകരം ഈ ചെക്ക് ബാങ്കിൽ ഒരു കസ്റ്റമർ നേരിട്ട് ബാങ്കിൽ കൊടുക്കുകയാണ്. നേരിട്ട് ബാങ്കിൽ കൊടുക്കുമ്പോ ബാങ്കിൽ നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ഡെറ്റർ ക്രെഡിറ്റ് ചെയ്തു. ഡെറ്റർ ക്രെഡിറ്റ് ചെയ്തു. അതായത് ബാങ്കിൽ ക്യാഷ് കൂടി, ഡെറ്റർ കയ്യിൽ നിന്ന് ഇനി ക്യാഷ് കിട്ടില്ല, അതുകൊണ്ട് ഡെറ്റർ ക്രെഡിറ്റ് ചെയ്തു. ഈ 4 ട്രാൻസാക്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റു ചില ട്രാൻസാക്ഷൻസ് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ചെക്ക്. സാധനങ്ങൾ വാങ്ങി. സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസസ് ഡെബിറ്റ് ചെയ്യും. അത് നമുക്ക് അറിയുന്നതാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ പർച്ചേസസ് ഡെബിറ്റ് ചെയ്യും. പർച്ചേസസ് ഡെറ്റർ. ബൈ ചെക്ക്, ചെക്ക് ഉപയോഗിച്ച്, അതായത് സാധനങ്ങൾ വാങ്ങുമ്പോൾ കാശ് കൊടുക്കണം. ക്യാഷ് കൊടുക്കുന്നതിന് പകരം ചെക്ക് നൽകി. ചെക്ക് നൽകിയാൽ ആ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോകും. ഈ നമ്മൾക്ക് തന്ന സപ്ലയർ ഏത് കടയിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങിയത്, ആരുടെ കയ്യിൽ നിന്നാണോ സാധനം വാങ്ങിയത്, അയാൾക്കാണല്ലോ കാശ് കൊടുക്കാനുള്ളത്. അയാൾക്ക് ചെക്ക് കൊടുത്തു. ഈ ചെക്ക് അയാള് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്താൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അയാൾക്ക് കാശ് കൊടുക്കും. അപ്പൊ ബാങ്ക് അക്കൗണ്ട് കുറയും. ബാങ്ക് അക്കൗണ്ട് കുറയുമ്പോ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് വരും. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി സാലറി പെയ്ഡ് ബൈ ചെക്ക്. സാലറി പെയ്ഡ് ബൈ ചെക്ക്, ഇവിടെ എക്സ്പെൻസ് സാലറി എക്സ്പെൻസ് ആണ്. സാലറി ഡെബിറ്റ് ചെയ്തു. ആ ബാങ്കിൽ കാശ് കുറയും.
സാലറിയാണ് കൊടുത്തത്. ആ ചെക്ക് കിട്ടിയാൽ ആ തൊഴിലാളി ബാങ്കിൽ പോയി ക്യാഷ് വാങ്ങും. അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കുറയും. ഇനി ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് ചില ചെലവുകളുണ്ട്. അപ്പൊ ബാങ്ക് ഒരു ചാർജ് ഈടാക്കും. അത് ബിസിനസിന് എക്സ്പെൻസ് ആണ്. അപ്പോ എക്സ്പെൻസ് ആയതുകൊണ്ട് ഈ ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് കുറയും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണല്ലോ അവരെടുക്കുന്നത്. അപ്പോ ബാങ്ക് ചാർജസ് ഡെറ്റർ ടു ബാങ്ക്. ഇനി വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട മറ്റൊരു ട്രാൻസാക്ഷൻ ആണ് ചെക്ക് റിസീവ്ഡ് ഡിസോണർ. ചെക്ക് ഡിസോണർ ആവുന്ന കേസ്. നമുക്ക് രണ്ട് തരം ചെക്കുകളുണ്ട്. ഒന്ന് നമ്മൾക്ക് കിട്ടിയ ചെക്കുകളും ഒന്ന് നമ്മൾ കൊടുത്ത ചെക്കും. ചെക്ക് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ ചെക്കാണ്. ഈ ചെക്ക് ഡിസോണർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ചെക്ക് കിട്ടി. ആ ചെക്ക് നമ്മൾ നമ്മുടെ ബാങ്കിൽ അല്ല ആ ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഹാജരാക്കും. നമ്മുടെ ബാങ്ക് ആ ചെക്ക് നമുക്ക് ആരാണോ ചെക്ക് തന്നത് അയാളുടെ ബാങ്കിലേക്ക് ഇത് അയക്കും. ഇത് ഏത് ബാങ്കിന്റെ ചെക്കാണോ ബാങ്കിലേക്ക് അയക്കും. ആ ബാങ്കിലേക്ക് അയച്ച് അവിടെ നോക്കുമ്പോ അക്കൗണ്ടിൽ പൈസ ഇല്ല. അപ്പോ ആ ചെക്ക് മടങ്ങി വരും. അതിനാണ് ഡിസോണർ ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു ബിസിനസ്സുകാരനാണ്. ഇത് അയാളുടെ ബാങ്കാണ്. ഇത് മറ്റൊരു വ്യക്തി. ഇത് അയാളുടെ ബാങ്ക്. ഓരോരുത്തർക്കും വ്യത്യസ്ത ബാങ്കുകളാണല്ലോ ഉണ്ടാവുക. ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് കിട്ടി. ഒരു ചെക്ക് നമ്മുടെ ബിസിനസ്സിന് കിട്ടി. നമ്മുടെ ബിസിനസ് ഈ ചെക്ക് നമ്മുടെ ബാങ്കിൽ കൊടുത്തു. നമ്മുടെ ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അത് ഈ ചെക്ക് തന്നെ ഇയാളുടെ ബാങ്ക് ഇതാണല്ലോ. അപ്പോ ഇയാളെ തരുന്ന ചെക്ക് ഏത് ബാങ്കിന്റെ ചെക്കാവും? ഈ ബാങ്കിന്റെ ചെക്കാവും. നേരിട്ട് അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം നമ്മുടെ ബാങ്കിൽ കൊടുത്തു, ബിസിനസിന്റെ ബാങ്കിൽ കൊടുത്തു. ബിസിനസ് ഈ ചെക്ക് ഈ ബാങ്കിലേക്ക് കൊടുത്തു. അവിടുന്ന് ക്യാഷ് എന്നിട്ട് നമ്മുടെ ബാങ്കിലേക്ക് വരും. സാധാരണഗതിയിൽ ക്യാഷ് ഉണ്ടാവും, ക്യാഷ് വരും. ഇനി ഇയാളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിലോ? ആ ചെക്ക് തിരിച്ചു വന്നു, ബാങ്ക് നമ്മൾ അറിയിച്ചു, ചെക്ക് ഡിസോണർ ആയി എന്നറിയിച്ചു. അപ്പൊ ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ക്യാഷ് കിട്ടിയോ? ഇല്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കൂടിയോ? ഇല്ല. നമ്മൾ കൂടും എന്ന് പറഞ്ഞ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് നേരത്തെ ഡെബിറ്റ് ചെയ്തിരുന്നു. ബാങ്ക് അക്കൗണ്ടിൽ കാശ് കൂടിയിട്ടില്ലല്ലോ, കൂടിയിട്ടില്ല. അപ്പോ ആ റോങ് ആയി വന്ന ഡെബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. നമ്മൾക്ക് ഈ ഡെറ്ററാണ് നമുക്ക് കാശ് തന്നിരുന്നത്. അയാൾ വീണ്ടും കാശ് തരാനായി, അതുകൊണ്ട് ഡെറ്റർ എന്ന് എഴുതി. ഇതാണ് ചെക്ക്. നമുക്ക് കിട്ടിയ ചെക്ക് ഡിസോണർ ആയാൽ എൻട്രി ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്. ചെക്ക് കിട്ടുമ്പോൾ നമ്മളൊരു എൻട്രി എഴുതിയിരുന്നു. നമുക്ക് ചെക്ക് കിട്ടുമ്പോൾ നമ്മൾ എഴുതിയ എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ എന്നായിരുന്നു. ചെക്ക് കിട്ടിയ സമയത്ത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ നേരെ റിവേഴ്സ് എൻട്രി ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. കാശ് കിട്ടിയിട്ടില്ല. ഇതേപോലെ നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്കും ഡിസോണർ ആവാലോ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഡിസോണർ. ചെക്ക് ഇഷ്യൂ ചെയ്തു. നമ്മൾ ചെയ്ത പൊട്ട ചെക്കാണ്. അത് ഇഷ്യൂഡ് ഡിസോണേർഡ്. അത് ഡിസോണർ ആയി. അതെങ്ങനെ? സന്ദർഭം എങ്ങനെയാ? ഇത് നമ്മുടെ ബാങ്ക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം. നമ്മുടെ ബിസിനസ്, നമ്മൾ ഇയാൾക്ക് കാശ് കൊടുക്കാനുണ്ട്. കാശ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെക്ക് എഴുതി കൊടുത്തു. ചെക്കിൽ ഡേറ്റ് എഴുതാൻ മറന്നുപോയി. ചെക്ക് എഴുതി കൊടുത്തു, ചെക്കിൽ ഡേറ്റ് എഴുതി തെറ്റിപ്പോയി. ചെക്ക് അങ്ങോട്ട് നൽകുമ്പോ നമ്മൾ എഴുതുന്ന എൻട്രി, ചെക്ക് നമ്മൾ നൽകുമ്പോ എഴുതുന്ന എൻട്രി ക്രെഡിറ്റർക്കാണ് ചെക്ക് നൽകുക. ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ്
എഴുതുന്നത്. കാരണം ഈ ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തു, നമ്മളെ ബാങ്കിൽ നിന്ന് കാശ് കുറയും. അങ്ങനെ ഇയാളുടെ കയ്യിൽ ചെക്ക് കിട്ടി. ഇതാണ് ആ ക്രെഡിറ്റർ. ഇയാൾ അയാളുടെ ബാങ്കിൽ ഇത് കൊടുക്കും. ഈ ബാങ്ക് നമ്മളെ ബിസിനസിന്റെ ബാങ്കിൽ ചെക്ക് ഹാജരാക്കും. ഇവര് ആ ചെക്ക് പരിശോധിക്കുന്ന സമയത്ത് അതില് സിഗ്നേച്ചർ ഇല്ല, അല്ലെങ്കിൽ എമൗണ്ട് എഴുതിയത് തെറ്റിയതാണ്, അതല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇല്ല, കാശ് ഡെപ്പോസിറ്റ് ഇല്ല, അത്രയും പൈസ ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ചെക്കിന്റെ മുകളിൽ കാശ് നമ്മളെ ഈ ബാങ്കിന് നൽകില്ല. ചെക്ക് ഡിസോണർ ആവും. ചെക്ക് ഡിസോണർ ആയി ഇവരെ അറിയിക്കും. ഇവരെ ബിസിനസ്സുകാരനെ അറിയിക്കും. ആ ബിസിനസ്സുകാരൻ നമ്മളെ അറിയിക്കും. അപ്പൊ നമ്മൾ എന്ത് എൻട്രി എഴുതാം എന്നുള്ളതാണ്. അപ്പൊ എഴുതുന്നത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയിട്ടില്ല, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. നേരത്തെ എഴുതിയിട്ട് നേരെ റിവേഴ്സ്, ക്രെഡിറ്റ്. ഇത്രയും ബാങ്കിങ് ട്രാൻസാക്ഷൻസിന്റെ സ്പെസിമെൻ ജേർണൽ എൻട്രീസ് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഒരു ട്രാൻസാക്ഷൻ പെട്ടെന്ന് കണ്ടാൽ അതിന്റെ ജേർണൽ എന്താ എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് നമ്മൾ നന്നായി മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്തു വെക്കണം. ഇനി നമ്മൾക്ക് കുറച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസ് പരിശോധിക്കാം. നിങ്ങൾ നോക്ക്, ട്രാൻസാക്ഷൻസ്, അതിൻ്റെ ജേർണലും എങ്ങനെ വരുന്നു നോക്കാം. എല്ലാം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണ്. ജേർണലൈസ് ദ ഫോളോയിങ്. 12/4/2021, ഡേറ്റ് 12/4/2021. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ജേർണലാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് വരുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ജേർണൽ നോക്കാം. എഴുതുന്നത് ശ്രദ്ധിച്ചോളൂ. ആദ്യം ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതുമ്പോൾ 2021 ഏപ്രിൽ 4 ഇങ്ങനെ എഴുതാനാണ് ഏറ്റവും നല്ലത്. ബാങ്ക് ഡെബിറ്റ് ചെയ്യും. ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്നു, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. എമൗണ്ട് 1 lakh. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ഞാൻ ചുരുക്കി എഴുതിയ അക്കൗണ്ട് എന്നുള്ളത് ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ശേഷം മാത്രമേ ക്രെഡിറ്റ് എഴുതാൻ പാടുള്ളൂ. നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഗ്യാപ്പ് ഇട്ട ശേഷമാണ് ക്രെഡിറ്റ് എഴുതേണ്ടത്. നെക്സ്റ്റ്, അടുത്ത ട്രാൻസാക്ഷൻ ഡേറ്റ് 16. ഫുൾ എഴുതണ്ട, 16 മാത്രം എഴുതിയാൽ മതി. 16 സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ബൈ ചെക്ക്. സാധനം വിറ്റ് ക്യാഷ് കിട്ടുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി. അപ്പോൾ ചെക്ക് കിട്ടുമ്പോൾ നമ്മളിവിടെ എഴുതും, ചെക്ക് കിട്ടുമ്പോൾ നമ്മളുടെ ബാങ്കിലേക്ക് ആ ചെക്ക് കൊടുത്ത് ബാങ്കിൽ പൈസ കൂടി എന്നുള്ള രൂപത്തിൽ, അങ്ങനെയാണ് ഞാനിവിടെ എഴുതുന്നത്. അതാണ് എഴുതാൻ ഏറ്റവും സൗകര്യവും. അപ്പോൾ ബാങ്കിൽ ആ കാശ് കൂടും എന്നുള്ള അർത്ഥത്തിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. സെയിൽസ് ഒരു വരുമാനമാണ്, സെയിൽസ് ക്രെഡിറ്റ് ചെയ്തു. എമൗണ്ട് 4,000. നരേഷൻ സോൾഡ് ഗുഡ്സ്. നെക്സ്റ്റ്, ഡേറ്റ് 17. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് 20,000. എന്തിനാ വിഡ്രൂ ചെയ്തതെന്ന് പറയുന്നുണ്ടോ? എന്തിനാ വിഡ്രൂ ചെയ്തതെന്ന് പറയുന്നില്ല. വിഡ്രൂ ചെയ്തത് ഓഫീസ് ആവശ്യത്തിനാണ്. പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് പറയും. അപ്പോൾ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രൂ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ക്യാഷ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്കിൽ ക്യാഷ് കുറയുന്നു, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് 20,000. നരേഷൻ വിഡ്രൂ ഫ്രം ബാങ്ക്. ഇത് പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ ഈ ക്യാഷിന് പകരം ഡ്രോയിങ്സ് എന്ന് വരും. അതാണ് വ്യത്യാസം. ബിസിനസ്സിൽ ക്യാഷ് കൂടില്ല. നെക്സ്റ്റ്, ഡേറ്റ് 21. പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും.
ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. എമൗണ്ട് 10,000. എമൗണ്ട് 10,000. ഗുഡ്സ് പർച്ചേസ്ഡ്, സാധനങ്ങൾ വാങ്ങി. നെക്സ്റ്റ് 23, ഡേറ്റ് 23. സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ ലാൽ 15,000. സാധനങ്ങൾ വിറ്റു, ലാലിന് വിറ്റു. ക്രെഡിറ്റിനാണ് വിറ്റത്, ക്യാഷിനല്ല. അതുകൊണ്ട് ക്യാഷ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മിസ്റ്റർ ലാൽ ഡെറ്റർ ടു, സാധനങ്ങൾ വിറ്റു, സെയിൽസ് ഇൻകമാണ്, ക്രെഡിറ്റ് ചെയ്തു. എമൗണ്ട് 15,000. സോൾഡ് ഗുഡ്സ്. നെക്സ്റ്റ് 25. റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്. റെൻറ്റ് ഒരു എക്സ്പെൻസാണ്. റെൻറ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ചെക്ക് കൊണ്ട് കൊടുത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് അല്ല പോകുന്നത്, ബാങ്ക് പോകുന്നു. ബാങ്കിൽ നിന്ന് ക്യാഷ് കുറയുന്നു. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. എമൗണ്ട് 5,000. നരേഷൻ റെൻറ്റ് പെയ്ഡ്. നെക്സ്റ്റ് ഡേറ്റ് 29. റിസീവ്ഡ് ചെക്ക് ഫ്രം ലാൽ 15,000. ലാൽ തരാനുള്ളത് 15,000 ആണ്. അത് ക്യാഷ് തരുന്നതിന് പകരം ചെക്ക് തന്നു. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് കൂടിയതുപോലെ നമ്മൾ പരിഗണിച്ചു. കാരണം ബാങ്കിൽ ആ ചെക്ക് കൊടുക്കും. ലാലിൻ്റെ കയ്യിൽ നിന്നാണ് ചെക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ലാലിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതൊക്കെ ആ സ്പെസിമെൻ ജേർണൽ എൻട്രി ഒന്നും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നല്ലോ സ്പെസിമെൻ ജേർണൽ എൻട്രി. ചെക്ക് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. ഒരു കസ്റ്റമർ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടുമ്പോൾ ചെക്ക് റിസീവ്ഡ് ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ആരാണോ ചെക്ക് തന്നത് ആ ആളെ ക്രെഡിറ്റ് ചെയ്യും. ഒരു ഡെറ്റർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. എമൗണ്ട് 15,000. ചെക്ക് റിസീവ്ഡ്. നെക്സ്റ്റ് 30, ഡേറ്റ് 30. ചെക്ക് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ലാൽ ഡിസോണേഡ്. ലാൽ ചെക്ക് തന്നു. ആ ചെക്ക് നമ്മൾ ലാലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുത്തു. അതിൽ കാശില്ല, അല്ലെങ്കിൽ ആ ചെക്ക് ഹോണർ ചെയ്ത് ആ ചെക്കിൻ്റെ മുകളിൽ കാശ് തന്നില്ല. അപ്പോൾ ലാൽ കാശ് തരാത്തതുപോലെ ആയി. എന്തായിരുന്നു ചെക്ക് തന്ന സമയത്തുള്ള ജേണൽ? ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ജേണൽ എഴുതിയാൽ മതി. അതായത് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ബാങ്ക് അക്കൗണ്ടിൽ കാശ് കൂടിയോ? ഇല്ല. ലാൽ കാശ് തന്നോ? ഇല്ല, കാശ് തരാനുണ്ട്. ലാൽ എന്നുള്ള അസറ്റ് വർദ്ധിച്ചു. അതുകൊണ്ട് ലാൽ ഡെറ്റർ ടു ബാങ്ക്. ലാൽ ഡെറ്റർ ടു ബാങ്ക് 15,000. എമൗണ്ട് 15,000. ചെക്ക് ഡിസോണേഡ്. ജേണൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യുക. രണ്ടും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ആ ടോട്ടൽ എഴുതിയിടലാണ് അടുത്തത്. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ. ഇതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായി എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെ ചെയ്യേണ്ടത് സ്പെസിമെൻ ജേർണൽ എൻട്രീസ് കാണാതെ ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ട്രാൻസാക്ഷൻ കണ്ടാൽ ഉടനെ തന്നെ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും പറയാൻ നമുക്ക് കഴിയണം. ആ ലെവലിലേക്ക് നിങ്ങൾ ഇത് പഠിച്ചെത്തണം.